കേരളം മാത്രം മുൻവെച്ച് ബി.ജെ.പിയിൽ വമ്പൻ നീക്കം. സംസ്ഥാനത്ത് ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തതായി സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറാണുള്ളത്. ആഭ്യന്തര വകുപ്പ് മുൻ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനാണെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. വനിതാ ശിശുക്ഷേമം ശോഭാ സുരേന്ദ്രനും റോഡ് വികസനം പി.കെ. കൃഷ്ണദാസിനും നൽകിയെന്നും റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പരാജയം തുറന്നുകാട്ടാനും ഇതേ വകുപ്പുകളിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. വിഷുവിന് മുൻപ് തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. യോഗത്തിൽ നിന്നും വി മുരളീധരൻ വിട്ടുനിന്നുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. നിലവിൽ കോർ കമ്മിറ്റിയിലെ പ്രതിനിധിയെ സംബന്ധിച്ചും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ട്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള അനൂപ് ആന്റണിക്കാണ് കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നതിൽ ശോഭാ സുരേന്ദ്രൻ അടക്കം അതൃപ്തിയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പല നേതാക്കളെയും കോർ കമ്മിറ്റിയിൽ നിന്നും മാറ്റിക്കൊണ്ട് നിർത്തുന്നതായും പരാതി ഉയരുന്നുണ്ട്. ക്രൈം നന്ദകുമാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു വീഡിയോ സംബന്ധിച്ച യോഗത്തിൽ ശോഭാ സുരേന്ദ്രന് നേരെ കടുത്ത വിമർശനം നടന്നതായും സൂചനയുണ്ട്. കഴിഞ്ഞ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിട്ടും മികച്ച പ്രവർത്തനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചിട്ടില്ലെന്ന വിമർശനവും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടുകളും കാര്യങ്ങളും പുറത്തു പറയുമ്പോൾ ഒരു ഏകീകൃത രൂപം വേണമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച ചെയ്ത് അനൂപ് ആന്റണി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്ന നിലപാടുകൾ മാത്രമാവും ഇനി സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കേണ്ടതെന്ന നിർദ്ദേശവും യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിനെതിരെയും നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ എന്തിനാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന നിർദ്ദേശങ്ങളെന്ന രീതിയിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അമർഷമുകയുന്നത്. സംസ്ഥാന ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താനാണ് രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി അവതരിപ്പിച്ചതെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പഴയകാല നേതാക്കളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് യുക്തമായ തീരുമാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ മറ്റുള്ളവരുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ സംഘടനാ കാര്യങ്ങളിൽ രാജീവിനെ സഹായിക്കണമെന്ന് കെ സുരേന്ദ്രനോടും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ചില അഴിച്ചുപണികൾക്ക് തുടക്കമായിരുന്നത്. അതായത് പൊടുന്നനെയുണ്ടായ ആ മാറ്റം സൂചിപ്പിച്ചത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവി കെ സുരേന്ദ്രനിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ കയ്യിലേറ്റുവാങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിലെ പല പദവികളിലും അടിമുടി മാറ്റം സംഭവിച്ചു. പാർട്ടിയുടെ മാധ്യമ സെൽ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് നീങ്ങാനുള്ള പദ്ധതിയുടെ ഭാഗമായി ജന്മഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന എസ് സന്ദീപിനെ സംസ്ഥാന മീഡിയ കൺവീനറായി നിയമിക്കുകയും ചെയ്തു. മുൻപ് സുരേന്ദ്രൻ പക്ഷത്തെ സുവർണകുമാറായിരുന്നു മീഡിയ കൈകാര്യം ചെയ്തിരുന്നത്. ഈ രംഗത്ത് അദ്ദേഹത്തിന് സജീവതയില്ല എന്നും അതിനുപരി മാധ്യമ പ്രവർത്തകരിൽ ചിലരെ വാർത്തയുടെ പേരിൽ വിരട്ടിയതായും ആരോപണമുണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് നല്ല ബന്ധം സൂക്ഷിക്കേണ്ടതിന് പകരം അവരെ അകറ്റുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്നും പരമ്പരാഗത മാധ്യമങ്ങളോട് കാട്ടുന്ന അടുപ്പം നവമാധ്യമങ്ങളുമായി പുലർത്താനായില്ല എന്നുമായിരുന്നു സുവർണകുമാറിന്റെ പോരായ്മയായി മറ്റു ചില നേതാക്കൾ വ്യക്തമാക്കിയത്. പാർട്ടിയുടെ നയപരിപാടികൾ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നതിലും പരാജയമായിരുന്നുവെന്നും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ചില വാർത്തകൾ പാർട്ടിയുടെ ചിലരുടെ ഇംഗിതത്തിനൊത്ത് ചില മാധ്യമ പ്രവർത്തകരിലൂടെ പുറത്തെത്തിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങളുണ്ട്. നിലവിൽ ജന്മഭൂമി ഡൽഹി ചീഫായിരുന്ന മാധ്യമപ്രവർത്തകൻ സന്ദീപ് കളത്തിലിറങ്ങിയതോടെ മാധ്യമങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ വഴിയൊരുങ്ങുമെന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലുള്ളത്. കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയ കൺവീനറായി അഭിജിത്ത് ആർ നായരെയും നിയമിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രഭാരിയായി യുവമോർച്ചയിൽ മുൻ ദേശീയ സെക്രട്ടറിയായ അനൂപ് ആന്റണിയെ നിയമിച്ചിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷമുള്ള ആദ്യത്തെ നിയമനമായിരുന്നു ഇത്. അനൂപ് ആന്റണിക്ക് ഇരുവിഭാഗത്തിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ബി.ജെ.പി സംസ്ഥാന സമിതി അംഗമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയും ചെയ്തിരുന്നു. ബി.ജെ.പിയുടെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനാണ് അനൂപ് ആന്റണി.